കാലം എത്ര ചെന്നാലും മലയാളി ഇഷ്ടത്തോടെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ശബ്ദമാണ് ഗായകൻ ബിജു നാരായണൻ്റേത്. പ്രിയ ഗായകൻ ഓണവിശേഷങ്ങളുമായി റിപ്പോർട്ടറിനൊപ്പമുണ്ട്. സ്വാഗതം. നമസ്കാരം. ഇത്തവണ ഓണാഘോഷം എങ്ങനെയാണ്? സംഗീത സാന്ദ്രമാണോ? തീർച്ചയായിട്ടും. കുറേ വർഷങ്ങളായിട്ട് ഓണത്തിന് സംഗീത സാന്ദ്രം തന്നെയാണ് ജീവിതം. ഇപ്രാവശ്യവും ആസ് യൂഷ്വൽ ഓണം ആൽബംസ് ഉണ്ട്. പണ്ട് ആൽബംസ് എന്ന് പറയുകയാണെങ്കിൽ കാസറ്റും CD ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ആൽബം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യൂട്യൂബാണ്. അപ്പോൾ കുറച്ച് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ മാവേലി വന്നെങ്കിൽ എന്നുള്ളൊരു പാട്ട് ഒത്തിരി ആളുകൾ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ലിസണേഴ്സ് കൂടിക്കൊണ്ടിരിക്കണം. പിന്നെ ഈ പറഞ്ഞ നൊസ്റ്റാൾജിക് ഒരു പാട്ടുകളാണ് അതൊക്കെ. കാരണം ആളുകൾക്ക് പഴയ ഓർമ്മകളാണല്ലോ കൂടുതലും അയവിറക്കാനായിട്ട് സന്തോഷമുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടാണ് മാവേലി വന്നെങ്കിൽ. നമ്മുടെ പ്രേക്ഷകർക്കായി ഇഷ്ടമുള്ള ഒരു ഓണപ്പാട്ട് പാടുമോ? മാഗ്ന സൗണ്ടിന് വേണ്ടി പണ്ട് പാടിയൊരു ഓണപ്പാട്ട് പാടാം. ഓണം പൊന്നോണം തിരുവോണം, ഓർമ്മകൾ തൻ തിരുനാളങ്ങളിലും വർണ്ണങ്ങൾ വിരിഞ്ഞുയരുമ്പോൾ കർണങ്ങളിലീണം നിറയുന്നു. ഓണം ഓണം ഓണം. ഒരു കാലത്ത് ഓണം എത്തുന്നത് അറിയുന്നത് തന്നെ തരംഗിണിയുടെ ഓണക്കാസറ്റുകൾ വിപണിയിലെത്തുമ്പോഴാണ്. ഇപ്പോൾ അതൊക്കെ ഇല്ലാതായി പോയല്ലേ? ഓണക്കാസറ്റുകൾ ഒന്നാമത്തെ ഇപ്പോൾ കുറേ വർഷമായിട്ട് നമുക്കറിയാം. ഇപ്പോൾ കാസറ്റുകൾ CD ഒന്നും ഈവൻ സിനിമ പോലും അങ്ങനെ പോകുന്നില്ല, സിനിമയിലെ ഗാനങ്ങൾ പോലും. അപ്പോൾ അതിങ്ങനെ വന്ന് ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു ആൽബമായിട്ട് ഇപ്പോൾ നമ്മൾ 10 പാട്ട് ഇറക്കാമെന്ന് പറയുകയാണെങ്കിൽ അത് വലിയൊരു കോസ്റ്റാണ്. അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വർക്ക് എടുക്കാനായിട്ട് പ്രൊഡ്യൂസേഴ്സ് ഇല്ല. ഈ 10 പാട്ട് നമ്മൾ ഇറക്കിയാൽ തന്നെ എത്ര പേര് കേൾക്കും എന്നുള്ളത് ഉറപ്പില്ല. പിന്നെ CD ഒക്കെ മാറിയിട്ട് എല്ലാവരും പെൻഡ്രൈവിലോട്ട് ഇത് കയറ്റിയതുകൊണ്ട് ആരും മേടിക്കുന്നില്ല. ഇപ്പോൾ ഏറി വന്ന ഒരു 1000 കാസറ്റോ ചിലപ്പോൾ പോവായിരിക്കാം, CD പോകുമായിരിക്കാം. പക്ഷെ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പെൻഡ്രൈവിലൂടെ ഒരുപാട് പേര് കേൾക്കും. പക്ഷേ പ്രൊഡ്യൂസർക്ക് നഷ്ടമായതുകൊണ്ട് അതിപ്പോൾ തൽക്കാലം യൂട്യൂബിലായി. കാരണം യൂട്യൂബിലൊരു വരുമാനമുണ്ട്. പക്ഷേ ഇറക്കുന്ന എല്ലാവർക്കും അല്ല, ലിമിറ്റഡാണ്. പക്ഷേ ഓരോരുത്തരും നാളെ ഒരു പൈസ വരും എന്ന് വിചാരിച്ച് അങ്ങനെ ഇറക്കുകയാണ്. അപ്പം നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലും ദാസേട്ടൻ്റെ ഈ തരങ്ങണിയിലത്തെ കാസറ്റ് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ പിന്നെ നമ്മളും പാടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ആൽബംസൊക്കെ ഇറങ്ങുന്നു. അപ്പോൾ അതെങ്ങനെ സെയിൽ ചെയ്യണു അതൊക്കെ നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ അന്യം നിന്നു. ശ്രുതിശുദ്ധമാണ് ബിജു നാരായണൻ്റെ ശബ്ദം. എന്നിട്ടും എന്തുകൊണ്ടാണ് പിന്നണി ഗാനരംഗത്ത് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ പോയത്? അതിന് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത്രയധികം സിനിമകളും എൻ്റെ 5000-ലേറെ ആൽബംസും സ്റ്റേജ് ഷോസായിട്ട് നമ്മൾ തിരക്കിലാണ്. അപ്പോൾ ഈ തിരക്കിൽ മാറി നിൽക്കുമ്പോഴാണ് ഇതിനെക്കുറിച്ച് ആലോചന വരുന്നത്. പക്ഷേ ഇത്രയെങ്കിലും പാടാൻ പറ്റിയത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. കാരണം എത്രയോ സിംഗേഴ്സ് സിനിമയിലേക്ക്, എല്ലാവർക്കും സിനിമയിൽ പാടണം തന്നെയാണ്, കാരണം അതിൻ്റെ ഒരു ഫെയിം വേറെയാണ്. പക്ഷെ എത്രയോ പേര് ഒരു സിനിമയിലെങ്കിലും പാടാൻ വേണ്ടി കൊതിച്ച് ഇന്നും വളരെ ടാലൻ്റായിട്ടുള്ള എത്രയോ പേര് പുറത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും താഴേക്ക് ചിന്തിക്കുന്ന ആളാണ്, നോക്കി നടക്കുന്ന ആളാണ്, മേലോട്ട് അധികം നോക്കാറില്ല. പക്ഷേ ഈ ചോദ്യം നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്നത് അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ്. കാരണം ഇനിയും ഒരുപാട് പാടേണ്ടതല്ലേ? ഞാൻ ചോദിക്കും, ഇത്രയൊക്കെ പാടിയേ പോരെ. ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ, എനിക്ക് ഇപ്പോൾ മലയാള സിനിമാ രംഗത്ത് വന്നിട്ട് 32 വർഷം ആയി. പക്ഷെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരോ ഹിറ്റ്സ് ദൈവം തരുന്നുണ്ട്. ഇപ്പോൾ അതിങ്ങനെ ആദ്യത്തെ വെങ്കലം മുതൽ പിന്നെ ലാലേട്ടന് വേണ്ടി പാടിയ മാന്ത്രികത്തിലെ പാട്ടാണെങ്കിലും, സൂര്യനായി തഴുകയാണെങ്കിലും, മുന്തിരിച്ചേലുള്ള പെണ്ണയാണെങ്കിലും, മാരിവില്യൻ ഗോപുരങ്ങളാണെങ്കിലും, ഞാൻ മേരിക്കുട്ടിയിലെ പാട്ടാണെങ്കിലും, ഇപ്പോൾ എന്നാ താൻ കേസ് കൂടി ദേവദൂതറാണെങ്കിലും, അപ്പോൾ ഇങ്ങനെ ഓരോ ഹിറ്റുകൾ ദൈവം തരുന്നുണ്ട്. അപ്പോൾ ഞാനതിൽ വളരെ സംതൃപ്തനാണ്. വെങ്കലത്തിലെ 10 വെളുപ്പിന് എന്ന ഗാനമാണല്ലോ മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിത്തന്നത്. ആ ഗാനം അല്ല, ഇത്രയും സിനിമകളും പാടിയിട്ടുണ്ടെങ്കിലും എൻ്റെ പേര് പറയുമ്പോൾ ആൾക്കാർ ഓർമ്മിക്കുന്നത് ഈ പാട്ടായിരിക്കും. എനിക്ക് സന്തോഷമുള്ള കാര്യം. കാരണം എന്താ വെച്ചാൽ 3 ലെജൻസിൻ്റെ ഒരു വർക്കാണ്. രവീന്ദ്രൻ മാസ്റ്റർ, ഭാസ്കർ മാസ്റ്റർ, ഭരതേട്ടൻ. അപ്പോൾ അവരുടെ ഒപ്പം അല്ലെങ്കിൽ അവരിലൂടെ ആദ്യമായിട്ട് മലയാള സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ സാധിച്ച വലിയൊരു ഭാഗ്യവും നിമിത്തമായിട്ട് കരുതുന്ന ഒരാളാണ്. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. 10 വെളുപ്പിന്
മുറ്റത്തു നിൽക്കണ് കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്, എൻ്റെ കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. ബിജു നാരായൺ, ശ്രീലത പ്രണയവും വിവാഹവുമെല്ലാം ക്യാമ്പസ് കാലത്ത് ഞങ്ങൾ കൊതിയോടെ കണ്ടിരുന്നതാണ്. ആ വിരഹത്തിൻ്റെ ശൂന്യത ഇപ്പോൾ എങ്ങനെയാണ് മറികടക്കുന്നത്? അത് മറികടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം 5 വർഷമായി ശ്രീ ഞങ്ങളെ വിട്ടു പോയിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ശ്രീ ഇന്നും എൻ്റെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു ഫീലിലാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയാലും ഒരു പ്രോഗ്രാമിന് പോയാലും അല്ലാതെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കാറിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളൊരു ഫീലാണ്. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ടും ശ്രീയുടെ ഇഷ്ടഗാനം കൂടി ഒന്ന് പാടുമോ? മഹാരാജസിൽ പഠിക്കുമ്പോൾ ഒരുപാട് പാടിപ്പിച്ചിട്ടുള്ള ചില ഗാനങ്ങളിൽ ഒന്നാണിത്. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ, അവയുടെ മൗനത്തിൻ കൂടണയും അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ അന്തരാർത്ഥങ്ങൾ. ചന്ദ്രകിരണത്തിൻ ചന്ദനമുണ്ണും ചകോര യുവമിഥുനങ്ങൾ, അവയുടെ മൗനത്തിൻ കൂടണയും അനുപമ സ്നേഹത്തിൻ അർത്ഥങ്ങൾ അന്തരാർത്ഥങ്ങൾ. മക്കളും സംഗീതത്തിൻ്റെ വഴിയിലുണ്ടല്ലോ. ഉണ്ടുണ്ട്. മൂത്താള് അച്ഛൻ്റെ വഴി തന്നെ. അതെ അതെ, അവൻ 5 വർഷം LLB ഒക്കെ ചെയ്തെങ്കിലും ഇപ്പോൾ വീണ്ടും സംഗീതത്തിൻ്റെ അത് മാറ്റി വെച്ചിട്ട് സംഗീതത്തിൻ്റെ വഴിയിലാണ്. പക്ഷേ പാട്ടല്ല, പ്രോഗ്രാമിംഗ് ആണ്. ചെന്നൈയിൽ പഠിക്കുകയാണ്. രണ്ടാമത്തെ ആൾ BCom ഫൈനൽ ഇയർ. പാട്ടൊക്കെ ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. പഴയ ഗാനങ്ങൾ, പഴയ മെലഡീസ് നമ്മുടെ മനസ്സിലിങ്ങനെ തങ്ങി നിൽക്കുന്നതാണല്ലോ. ഇപ്പോഴും നമ്മുടെ ഇപ്പോൾ ഈ കോമ്പറ്റീഷൻസിനൊക്കെ പഴയ പാട്ടുകളാണല്ലോ കുട്ടികളായാലും പാടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം ഒരു കോമ്പറ്റീഷൻ പറഞ്ഞ് കറക്റ്റാണ്. അതായത് ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോ വന്നു കഴിഞ്ഞാൽ പിള്ളേരെല്ലാം പഴയ പാട്ടുകളും അല്ലെങ്കിൽ ഇടക്കാല ഹിറ്റ്സിലോട്ടൊക്കെയാണ് പോകുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ ജഡ്ജസിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ അത്തരം ഗാനങ്ങൾ പാടിയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു ധാരണ കൊണ്ടായിരിക്കും. കാരണം പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയ ഫിലിംസിലുള്ള പാട്ടുകൾ, എനിക്കൊന്നും പാട്ടുകൾ നല്ല പാട്ടുകൾ വരുന്നുണ്ട്, പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു കോമ്പറ്റീഷന് പറ്റിയ പാട്ടുകളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എല്ലാവരും 90s അല്ലെങ്കിൽ 80s പാട്ടുകൾ കുട്ടികളെടുത്ത് പാടുന്നത്. വടക്കുന്നാഥനിലെ പാട്ട് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനങ്ങളിലൊന്നാണ്. അതുകൂടി അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതിയത്. കാരണം വെച്ചാൽ രവീന്ദ്ര മാസ്റ്റർ സംഗീതത്തിലൂടെയാണ് വരുന്നത്. അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് കമ്പോസ് ചെയ്ത സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതൊരു ഭാഗ്യത്തിലുപരി ഒരു നിമിത്തം പോലെ കരുതുന്ന ആളാണ്. ചിത്രശേഷിയായിട്ടാണ് പാടിയിട്ടുള്ളത്. കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം, മഴപ്പക്ഷി പാടും പാട്ടിൻ മയിൽ പീലി നിന്നെ ചാർത്താം, ഉറങ്ങാതെ നിന്നോടെന്നും ചേർന്നിരിക്കാം, കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം. പഴയ ഓണ ഓർമ്മകൾ എന്തൊക്കെയാണ്? കുട്ടിക്കാലത്തെ ഓണോർമ്മകളാണ് എന്നും അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളെ നയിക്കുന്നത്. കാരണം ഇപ്പോൾ എന്ന് പറയുമ്പോൾ അറിയാലോ, ഈ ഓരോ പ്രോഗ്രാംസും തിരക്കുകളും. പണ്ട് എൻ്റെ അച്ഛൻ്റെ സ്ഥലം പനങ്ങാടാണ്. ഇന്ന് പനങ്ങാടെന്ന് പറഞ്ഞാൽ സിറ്റിയുടെ ഭാഗമാണ്. പക്ഷെ അന്നെന്ന് പറയുമ്പോഴത്തേക്കും അത് ഒരു ഗ്രാമാന്തരീക്ഷവും. അപ്പോൾ എൻ്റെ കസിൻസൊക്കെ, അച്ഛൻ്റെ ബന്ധുക്കാരും എൻ്റെ സെയിം പ്രായത്തിലുള്ളവരൊക്കെ കൂടുതൽ അവിടെയാണ്. അപ്പോൾ അവരുടെ ഒപ്പം ഇങ്ങനെ പൂക്കൾ പറിക്കുകയും പിന്നെ ഓണം പൂക്കളോടുകയും അല്ലാത്ത എൻജോയ്മെൻറ്റ്സും അതൊക്കെ തന്നെയാണ് ഓർമ്മ ഓണം. ഈ സംഗീത ബന്ധമുള്ള കുടുംബമാണല്ലോ. അമ്മ, സഹോദരിയൊക്കെ സംഗീതജ്ഞർ. ഇതിലേക്ക് സ്വാഭാവികമായി കടന്നു വന്നതല്ലേ സംഗീതത്തിൻ്റെ വഴിയിലേക്ക്? തീർച്ചയായിട്ടും. ഞാൻ ഇങ്ങനെ മ്യൂസിക് പ്രൊഫഷനായിട്ട് എടുക്കും അല്ലെങ്കിൽ മാറും എന്നൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. എൻ്റെ അച്ഛനും എനിക്കും LLB കംപ്ലീറ്റ് ചെയ്ത് അഡ്വക്കേറ്റ് ആവണമെന്നായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ ഒപ്പം പ്രീ ഡിഗ്രി പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എന്നെ നിർബന്ധിച്ചിട്ട് അന്ന് LLB എഴുതിപ്പിച്ചു, 5 ഇയർ കോഴ്സ്. അപ്പോൾ അവനും ഞാനും എഴുതി. അവന് കിട്ടി, എനിക്ക് കിട്ടിയില്ല. അങ്ങനെ അപ്പോൾ അവൻ പറഞ്ഞു ഒന്നും കൂടി എഴുതുമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇയർ എഴുതി. അപ്പോഴും ഞാൻ തോറ്റുപോയി. അപ്പോൾ അവനൊരു വർഷം സീനിയറായി. പക്ഷെ അപ്പോഴും തോറ്റുകൊണ്ട് പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റിയ പരിപാടിയില്ലാന്ന്. അദ്ദേഹം ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജാണ്, ഗോപിനാഥ്. അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്.
പക്ഷേ അതിൽ ദുഃഖമില്ല. എൻ്റെ വൈഫ് LLB കംപ്ലീറ്റ് ചെയ്തിരുന്നു, എൻ്റെ മോൻ LLB കംപ്ലീറ്റ് ചെയ്തു, ഞാൻ പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണു. ഒരു പാട്ട് കൂടി കേൾക്കാൻ തോന്നുന്നു. കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം മണ്ണിൽ നിശതൻ നിറകലികകളോ കണ്ണിൽ കനവിൻ നിറമലരുകളോ വിരിവൂ. കേളി വിപിനം വിജനം മേലേ ഇരുളും ഗഗനം. രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതത്തിലൂടെയാണല്ലോ കടന്നു വരുന്നത് വെങ്കലം. അപ്പോൾ രവീന്ദ്രൻ മാഷിൻ്റെ സംഗീതം കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം മാത്രമല്ല, രവീന്ദ്രൻ മാഷ് എല്ലാത്തരം ഗാനങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പോൾ സെമി ക്ലാസിക്കലാണെങ്കിലും മെലഡികളാണെങ്കിലും പിന്നെ പാത്തോസ് സോങ്സ്, റൊമാൻറ്റിക് സോങ്സ്, പക്ക ക്ലാസിക്കലായിട്ടുള്ളത്, പക്ക ഡെപ്പാങ്കൂത്തുകൾ, അങ്ങനെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്റ്റൈലാണ്, അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്രയും ആരാധകരെ നേടിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ പേഴ്സണലി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മാഷിൻ്റെ പാട്ടുകൾ ഇപ്പോൾ സിനിമയായാലും സീരിയലാണെങ്കിലും ടെലിഫിലിം അങ്ങനെ ഒരുപാട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള തോന്നുന്ന മാഷ് കമ്പോസ് ചെയ്ത പാട്ടുകൾ പാടുമ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട്. ഇപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള പാട്ടുകൾ ഇത്ര പ്രശ്നമില്ല. അതിനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ പറയാത്ത മൊഴികൾ തന്നാഴത്തിൽ മുങ്ങിപ്പോയി പറയുവാനാശിച്ചതെല്ലാം നിന്നോട് പറയുവാനാശിച്ചതെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ഉടമ എന്നുള്ള ഭരത് ഗോപിയേട്ടൻ്റെ സിനിമയിൽ ONV സാറിൻ്റെ വരികൾക്ക് രവീന്ദ്ര മാസ്റ്റർ കമ്പോസ് ചെയ്തൊരു പാട്ടാണ്. ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു കവിത, ONV സാറിൻ്റെ നല്ലൊരു കവിത, പക്ഷേ ഇത് പാടി വരുമ്പോഴാണ് അതിൻ്റെ പല റേഞ്ചാണ് മാസ്റ്റർ ഒരു കമ്പോസിങ്ങിൽ. ബേസ് ഉണ്ടാവും, ടോപ്പ് ഉണ്ടാവും, ഇതിനിടെ കൂടിയുള്ള ഇൻബിറ്റ്വീൻ സഞ്ചാരം എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡാണ്. അത് എനിക്ക് തോന്നുന്നു രവീന്ദ്രൻ മാസ്റ്ററുടെ പാട്ടുകൾ പാടുന്ന എല്ലാവരും പറയാം, ഇപ്പോൾ ചിത്ര ചേച്ചിയാണെങ്കിൽ എല്ലാവരും പറയുന്നൊരു കാര്യം. അപ്പോൾ മാസ്റ്ററുടെ പാട്ടുകൾ നമുക്കൊരു രീതിയിലും അളക്കാൻ സാധിക്കില്ല, അളക്കാൻ ഞാൻ ആരുമല്ല. മാഷിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഒരുപാടുണ്ട്. പ്രമാദവനാണെങ്കിലും പിന്നെ ഓണസമയത്തുള്ള ഉത്രാടപ്പുനിലാവയുണ്ട്, പിന്നെ അദ്ദേഹത്തിന് എത്രയും ഗാനങ്ങളാണ്, ഹരിമുരളിരവം, രാമകഥ, ഇങ്ങനെ കിടക്കുകയാണല്ലോ. ഉത്രാടപ്പൂനിലാവേ രണ്ടുപേര് വേടാമോ? പിന്നെന്താ, ഉത്രാടപ്പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ. മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാർ എഴുതിയ ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് സംഭവിച്ചത്? അത് സംഭവിച്ചത് അദ്ദേഹം പണ്ട് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എഴുതിയൊരു പാട്ടാണ്. അപ്പോൾ അദ്ദേഹം പ്രസിഡൻ്റായ ശേഷം അത് ഹിന്ദിയിലാണ് പാട്ട് എഴുതിയിട്ടുള്ളത്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അർജുനൻ മാസ്റ്റർ മ്യൂസിക് ചെയ്തിട്ട് ഞാൻ പാടുകയുണ്ടായി. അപ്പോൾ ഇവിടെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷനിൽ അദ്ദേഹം 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് വന്നു. അപ്പോൾ ഒരു ദിവസം ട്രിവാൻഡ്രം, ഒരു ദിവസം ആദ്യത്തെ ദിവസം എറണാകുളമായിരുന്നു. അപ്പോൾ എറണാകുളത്ത് ഒരു ഫംഗ്ഷനിൽ വെച്ച് ഈ CD അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ അദ്ദേഹം, നമുക്കറിയാം ഇത്രയും തിരക്കുള്ള ഒരാളാണ്, ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോകുന്ന വഴിക്ക് ഈ പാട്ട് കേട്ടിട്ട് അദ്ദേഹം ഈ പാടിയ ആളെയും സംഗീത സംവിധായകനെയും കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അപ്പോഴത്തേക്കും രാജ്ഭവൻ പ്രോട്ടോകോൾ സെക്രട്ടറി വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ത്യൻ പ്രസിഡൻറ്റ് താങ്കളെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചു, ഇത് നമ്മളാരെങ്കിലും പറ്റിക്കാനായിരിക്കും, നമ്മുടെ കുറേ മെമ്മറി ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത്ര സീരിയസ് ആയിട്ട്, അപ്പോൾ ഞാൻ വേറെ കാര്യം ചെയ്തു, എനിക്ക് അവൻ നമ്പർ തരാൻ പറഞ്ഞു. ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ വന്നിട്ട് ഞാൻ തിരിച്ച് വിളിച്ചപ്പോഴത്തേക്ക് അത് രാജ്ഭവനിലെ നമ്പറാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ അർജുന മാസ്റ്റർ വിളിച്ചു. അപ്പോൾ അർജുന മാസ്റ്റർ പറഞ്ഞു, എന്നെ ഇപ്പോൾ വിളിച്ചു രാജ്ഭവനിൽ കാണണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ അപ്പം തന്നെ ഡ്രൈവ് ചെയ്തങ്ങ് അവിടെ എത്തി. അപ്പോൾ രാത്രി 8:45 സമയം തന്നത്. അങ്ങനെ ഞാനും അർജുന മാസ്റ്ററും അദ്ദേഹത്തെ കണ്ടു. അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു 20 മിനിറ്റോളം ഞങ്ങൾക്ക് ഒരുമിച്ച് സംസാരിക്കാൻ പറ്റി. അദ്ദേഹം പാട്ട് പാടണമെന്ന് പറഞ്ഞു, അത് കേൾപ്പിച്ചു കൊടുത്തു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് വീഡിയോഗ്രാഫർ അതൊക്കെ റെക്കോർഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ എല്ലാം റെക്കോർഡ് ചെയ്യുകയാണല്ലോ, എല്ലാ കാര്യങ്ങളും, മീറ്റിംഗ് ആരൊക്കെ വരണം എല്ലാം റെക്കോർഡറാണ്. അത് ചെയ്തു. അങ്ങനെ ഞങ്ങളെ ഭയങ്കരമായിട്ട്, അദ്ദേഹം രുദ്രവീണ വായിക്കും, അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അദ്ദേഹം ഒരു മ്യൂസീഷ്യനും കൂടിയാണ്, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മാഷായിട്ട് അർജുന മാസ്റ്ററായിട്ടും ഞാനൊക്കെ ആയിട്ട് ഒരു സംസാരിച്ചു. അത് ലൈഫിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു അനുഭവമാണ്. അത് പിന്നീട് സിനിമയിലൊക്കെ
നമ്മുടെ മഞ്ജു വാര്യരുടെ സിനിമയിലൊക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് വേറെ രീതിയിലാണ് പ്രസിഡന്റ് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് റിയലായിട്ട് ലൈഫിൽ സംഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ത്രില്ല് മനസ്സിലാവുള്ളൂ. പിന്നെ അദ്ദേഹത്തിൻ്റെ കാര്യം അറിയാലോ, എത്ര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഏറ്റവും നമ്മൾ എന്താ പറയുക, മനസ്സിൽ കൊണ്ടു നടക്കുന്നൊരു മുഹൂർത്തമാണ് അത്. ഏതെങ്കിലും സംഗീത സംവിധായകർ ബിജു തന്നെ ഈ ഗാനം പാടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? പാടിയേ പറ്റൂ എന്നുള്ളതിലുപരി ഞാൻ പാടിയാൽ കൊള്ളാം, അല്ലെങ്കിൽ അവരുടെ ഒരു സന്തോഷത്തിൽ വിളിച്ച് പാടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഞാൻ തന്നെ പാടണം എന്നുള്ള ഒരു ഡയറക്ടറോട് പറഞ്ഞിട്ട് പാടിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കേളി വിപിനം എന്നുള്ള മാന്ത്രികത്തിൽ ലാലേട്ടിന് വേണ്ടി പാടിയ പാട്ട്, അതുപോലെ തന്നെ ദോസ്തം സിനിമയിൽ ഒരു പാട്ടുണ്ട്, വാനം പോലെ വാനം മാത്രം ദാനം ചെയ്യാൻ മേഘം മാത്രം എന്നുള്ളൊരു പാട്ട്. അത് SP ബാലസുബ്രഹ്മണ്യം സാറും ഞാനും കൂടി പാടുന്നത്. അതും വിദ്യാജിയുടെ ഒരു റിക്വസ്റ്റായിരുന്നു. പിന്നെ കളഭം തരാം ഭഗവാനൻ മനസ്സും തരാം, അത് രവീന്ദ്രൻ മാസ്റ്റർ എന്നോട് ഒരു ദിവസം ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്കൊരു പാട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, നല്ലൊരു പാട്ടാണ്, അത് ചിലപ്പോൾ ഡ്യുവറ്റ് ആയിരിക്കും, ചിലപ്പോൾ സോളോ ഒക്കെ ആയിട്ട്, എനിക്കിപ്പോൾ അത് ഡിസൈഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കാലിക്കറ്റാണ് റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം രാവിലെ കാലിക്കറ്റ് പോവുകയാണ്. അങ്ങനെയാണ് കാലിക്കറ്റിൽ വെച്ചാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അത് സിനിമയിൽ അത് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഡ്യുവറ്റായിട്ട് മാറി. അപ്പോൾ ചിത്രചേച്ചി, പിന്നെ വിനീതിൻ്റെ പോർഷൻ ഞാനും, കാവ്യയുടെ പോർഷൻ ചിത്രചേച്ചിയും, വിനീതിൻ്റെ പോർഷൻ ഞാനും, അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്. സംഗീത സംവിധായകരുടെ ഇഷ്ടം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്. SP വെങ്കടേഷ് സാറിൻ്റെ ഒരുപാട് പാട്ടുകളുണ്ട് കേട്ടോ. വെങ്കടേഷ് സാറിൻ്റെ എനിക്ക് തോന്നുന്നു ഞാനൊരു 10-60ഓളം സിനിമകൾ പാടിയിട്ടുണ്ട്, ഇറങ്ങിയതും ഇറങ്ങാത്തതും ഒക്കെ ആയിട്ടുള്ള. വെങ്കലത്തിലെ 10 വെളുപ്പിന് എന്ന ഗാനമാണല്ലോ മലയാളിയുടെ മനസ്സിൽ ബിജു നാരായൺ എന്ന ഗായകനെ അടയാളപ്പെടുത്തിയത്. സിനിമ പിന്നീട് റിലീസായപ്പോൾ ആ ഗാനം ഇല്ലാതെ പോയത് വിഷമമുണ്ടാക്കിയോ? ഇല്ല, കാരണം വെച്ചാൽ ആ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാടിയത്. കാരണം ഞാൻ ശ്രീ ജോണി സാഗരി, അദ്ദേഹമാണ് എൻ്റെ ഓഡിയോ എടുത്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക് ഞാൻ പാടിയിട്ടുണ്ട്, ഒരു ആൽബം പാടിയിട്ടുണ്ട്, ഒരു അയ്യപ്പൻ ആൽബം. അപ്പോൾ അദ്ദേഹം ഈ ഓഡിയോ റൈറ്റ് വെങ്കലത്തിൻ്റെ എടുത്തപ്പോൾ എന്നോട് പറഞ്ഞു 10 വെളുപ്പിന് എന്നുള്ളൊരു പാട്ടുണ്ട് ചിത്രചേച്ചി പാടിയിട്ടുള്ളത്, അപ്പോൾ അത് റിപ്പീറ്റായിട്ട്, അന്ന് കാസറ്റാണ് CD അല്ല, പക്ഷേ കാസറ്റിൽ നമുക്ക് റിപ്പീറ്റായിട്ട് ഇത്ര എണ്ണം തയ്ക്കണം, അപ്പോൾ ഇതൊന്ന് പാടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെന്താ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ രവീന്ദ്രൻ മാസ്റ്റർ സമ്മതിക്കണം, പിന്നെ അതുപോലെ ഭരതേട്ടനും, കാസറ്റിൽ ഫില്ലറാണെങ്കിൽ പോലും ഇവരുടെ വർക്കാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആദ്യം ഭരതേട്ടനെ പോയി കണ്ടു. ഭരതേട്ടനെ അപ്പോൾ നോക്കിയപ്പോൾ ഒരു കൊച്ചു പയ്യനാണ്, കോളേജ് പഠിക്കുന്ന പയ്യനാണല്ലോ. അപ്പോൾ എൻ്റെ പാട്ടൊക്കെ പാടി കുളമാക്കുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഭരതേട്ടൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ രവീന്ദ്രൻ മാസ്റ്റർ അടുത്ത് ചെന്നപ്പോഴത്തേക്കും മാഷ് ഭയങ്കര ത്രില്ലായി. മാഷ് പറഞ്ഞു, ഇവനെനിക്കറിയാം, ഇവൻ അമരം സിനിമയുടെ 100ാം ദിവസത്തിൽ ഇവൻ മറ്റേ പാട്ടുകളൊക്കെ പാടിയിട്ടുള്ളതല്ലേ, അപ്പോൾ അതൊക്കെ പുള്ളി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് ഫംഗ്ഷൻ ഞാൻ അതിൽ പാട്ടുകളൊക്കെ പാടിയിരുന്നു. ഇവൻ പാടും എന്ന് പറഞ്ഞിട്ട് മാഷാണ് പിറ്റേ ദിവസം SP ബാലസുബ്രഹ്മണ്യം സാറിൻ്റെ സ്റ്റുഡിയോ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് രാവിലെ പോയി 10 വെളുപ്പിന് പാടുന്നത്. മാഷയുടെ ഒരു ഇനീഷ്യേറ്റീവായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയിൽ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞ് തന്നെ പാടിയത്. പക്ഷേ ഒരു ഗായകൻ എന്ന രീതിയിൽ എനിക്ക് ഇന്നും ബിജു നാരായണൻ്റെ ആദ്യത്തെ പാട്ട് ഏതെന്ന് വെച്ചാൽ 10 വെളുപ്പിന് എന്നുള്ളതാണ് രജിസ്റ്റർ ആയിരിക്കുന്നത്. പക്ഷേ സിനിമയിൽ ഓൺ സ്ക്രീനിൽ പാടുന്നത് വേറൊരു പാട്ടാണ്. അത് പാവം അയ്യേ അയ്വാച്ചൻ എന്നുള്ള സിനിമയിൽ ഒരു കോമഡി പാട്ടാണ്. അയ്യേ അയ്യയ്യോ കേസില്ല വക്കീലും ഫീസില്ല വക്കാലത്തും അയ്യേ അയ്യയ്യോ എന്ന് പറഞ്ഞിട്ടൊരു കോമഡി പാട്ട്. അത് സീനിൽ എനിക്ക് തോന്നുന്നു ജഗതി ചേട്ടനും ഇന്നസെൻ്റ് ഏട്ടനും കൂടിയിട്ടുള്ളൊരു ഫിലിം, റോയ് P. തോമസ് ഡയറക്റ്റ് ചെയ്ത ഫിലിം. അതിലാണ് ശരിക്കും ആദ്യമായിട്ട് സിനിമയ്ക്ക് വേണ്ടി പാടി സ്ക്രീനിൽ നമ്മുടെ ശബ്ദം കേൾക്കുന്ന പാട്ട്. അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സംഗീതജ്ഞർ നമുക്കുണ്ട്. സംഗീത സംവിധായകരും ഗാനരചയിതാക്കളും തമ്മിലുള്ള കോമ്പിനേഷൻ, അതിലേത് കോമ്പിനേഷനാണ് ഏറ്റവും പ്രിയതരം? ഇപ്പോൾ ഞാനൊക്കെ ദേവരാജൻ മാസ്റ്ററുടെയും ദക്ഷിണാമൂർത്തി സ്വാമി രാഘവ മാസ്റ്ററുടെ പാട്ടുകൾ കേട്ടാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ തമിഴാണെങ്കിൽ രാജാ സാറ്, അതിന് മുമ്പ് MSV സാറ്, അങ്ങനെ. അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും ലെജൻസാണ്. കാരണം ഇവരാരെയും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം എല്ലാവരുടെയും പാട്ട് നമുക്ക് വേണം താനും. എൻ്റെ പേഴ്സണലി എൻ്റെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത് ഇവരുടെയൊക്കെ പാട്ടുകൾ പാടാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ദേവരാജൻ മാസ്റ്റർ 2 പാട്ടുകളുണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുകയാണ്. സ്വാമിയുടെ 10-20ഓളം പാട്ടുകൾ പാടി, 20അല്ല 10-30ഓളം പാട്ടുകൾ പാടിയിട്ടുണ്ട്. പിന്നെ രാഘവ മാസ്റ്റർ ആണെങ്കിലും പഴയ അതിനുശേഷം വന്ന ശ്യാം സാറാണെങ്കിലും A.T. ഉമ്മർ സാറാണെങ്കിലും ഇവരെല്ലാവരുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പറയാൻ സാധിക്കും ഇവരെല്ലാവരും ഓരോ സ്റ്റൈലാണ്. ഈ എല്ലാ സ്റ്റൈലും നമുക്ക് വേണം.
പേഴ്സണലി എനിക്കാണെങ്കിലും നമ്മുടെ മലയാളി ഗാന ആസ്വാദകർക്കാണെങ്കിലും ശരി, ഇവരുടെ എല്ലാവരുടെയും സ്റ്റൈൽ വേണം. കാരണം എന്നാലേ നമ്മൾക്ക് നിറഞ്ഞു നിൽക്കുള്ളൂ, സംഗീതം നിറഞ്ഞ് കേൾക്കാൻ സാധിക്കുള്ളൂ. പിന്നീട് ഇങ്ങോട്ടുള്ള സംഗീത സംവിധായകർ രവീന്ദ്രൻ മാഷ്, ജോൺസൺ മാഷ്, ഔസേപ്പച്ചൻ സാർ, ഇവരിൽ ആരുടെ പാട്ടുകൾ പാടാനാണ് ഏറ്റവും ഇഷ്ടം? രവീന്ദ്രൻ മാസ്റ്റർ, ജോൺ ചേട്ടൻ, ഔസേപ്പൻ ചേട്ടൻ, മോൻ സിത്താര, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് പേര് പിന്നീട് വരികയുണ്ടായി. വിദ്യാസാഗറിന് ഒരുപാട് പാട്ടുകൾ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി പാടിയ പാട്ടുകളിൽ മിക്കതും ഹിറ്റാണ്. മാരിവില്ലിൻ ഗോപുരങ്ങൾ, വെണ്ണിലാവാൽ മച്ചകങ്ങൾ, പിന്നെ വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ, കണ്ണിൽ കണ്ണിൽ നാണിച്ചെത്തി നക്ഷത്രപക്ഷി പട്ടാളത്തിൽ, പിന്നെ സത്യം ശിവസുന്ദരത്തിൽ സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമെന്നച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമെൻ അച്ഛനെയാണെനിക്കിഷ്ടം. അതേപോലെ മുന്തിരിച്ചേലുള്ള പെണ്ണയൻ കൽബിലെ മുത്തിനു പേരു മൊഹബത്ത്, ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം മൊത്തമായി നിൻ കവിളോരത്ത്, മുത്തമായി കവിളോരത്ത്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ വിദ്യാജിയുടെ പാടിയിട്ടുണ്ട്. ഇവരെല്ലാവരും പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ട സംഗീത സംവിധായകർ തന്നെയാണ്. സംഗീത വഴികളിൽ കൂടുതൽ സജീവമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകളും. പാതിര ഓണമായിതാ. റിപ്പോർട്ടർ TV-യുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.